ചില സമയത്തൊക്കെ ഇങ്ങനെ ജാതകം നോക്കുമല്ലോ, നമ്മൾ ഇരിക്കുമ്പോൾ അവരുടെ ജാതകത്തെ പറ്റി അനലൈസ് ചെയ്യും. അങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു വർഷം മുന്നേ പറയാത്ത കാര്യം, വളരെ ഹിഡനായിട്ടുള്ള കാര്യങ്ങളെ ചിലപ്പോൾ ആ സമയത്ത് പറയും. അപ്പോൾ അവരെങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഇത് കഴിഞ്ഞ വർഷം ചേച്ചി നോക്കിയപ്പോൾ എന്താ പറയാതിരുന്നത്. നല്ലൊരു ജോത്സ്യനെ കൺസൾട്ട് ചെയ്തിരുന്നു. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ആ പറഞ്ഞ കാര്യങ്ങളിലൊന്നും ഈ ഇൻസിഡൻറ്റ് ലൈക്ലി ടു ഹാപ്പൻ, സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു ഇൻഡിക്കേഷൻ പറഞ്ഞിട്ടേ ഇല്ല. നമസ്കാരം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ദ അൺഎക്സ്പ്ലെയിൻഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ചില സാങ്കേതിക കാരണങ്ങളാൽ നമുക്ക് കുറച്ച് ദിവസങ്ങളിൽ എപ്പിസോഡ്സ് ഇല്ലായിരുന്നു. ഈ പുതിയ എപ്പിസോഡിലേക്ക് പുതിയ അനുഭവങ്ങളുമായി നമ്മുടെ സ്വന്തം ശാന്ത ചേച്ചി നമ്മളോടൊപ്പമുണ്ട്. ചേച്ചി വെൽക്കം. ചേച്ചി, എനിക്കൊരു ചോദ്യം ഈ ഇടയ്ക്ക് എനിക്ക് ഉണ്ടായ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ഞാൻ വിചാരിച്ചു ചേച്ചി കാണുമ്പോൾ ചോദിക്കണം എന്ന്. എൻ്റെ ഒരു ഫ്രണ്ടിനൊരു അനുഭവം ഉണ്ടായി ലൈഫിൽ. അപ്പോൾ ആ ഇൻസിഡൻറ്റിന് കുറച്ച് നാൾ മുന്നേ ഇവിടെ പോയിരുന്നു. ലൈക്ക് ഒരു നല്ലൊരു ജോത്സ്യനെ കൺസൾട്ട് ചെയ്തിരുന്നു. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ആ പറഞ്ഞ കാര്യങ്ങളിലൊന്നും ഈ ഇൻസിഡൻറ്റ് ലൈക്ലി ടു ഹാപ്പൻ, സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു ഇൻഡിക്കേഷൻ പറഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ അങ്ങനെ കാണാതെ പോകാൻ സാധ്യതയുണ്ടോ കാര്യങ്ങൾ? തീർച്ചയായിട്ടും ഉണ്ട്. അത് ഞാൻ ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഒരു രാജാവിൻ്റെ മകളുടെ വിവാഹ പൊരുത്തം നോക്കി പോലും ഒരാളിൻ്റെ അടുത്ത് പൊരുത്തം നോക്കി വിവാഹമൊക്കെ കഴിഞ്ഞു. 1 മാസം കഴിഞ്ഞിട്ട് ഭർത്താവ് മരിച്ചുപോയി. അപ്പോൾ അതേ ആളിൻ്റെ അടുത്ത് തന്നെ ഈ 2 ജാതകങ്ങൾ കൊണ്ടുപോയി കൊടുത്തു. ഈ മരിച്ചാളിൻ്റെ ജാതകം മരിച്ചാളിൻ്റെ ജാതകം കൊണ്ടു കൊടുത്തു, ഇതൊന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആ ആള് ജാതകം താഴെ ഇട്ടു, ഇത് മരിച്ചാളിൻ്റെ ജാതകമാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചത് നേരത്തെ എന്തുകൊണ്ട് പറഞ്ഞില്ല. അപ്പോൾ വളരെ ശക്തമായ ഒരു വൈദവ്യം ആ കുട്ടിയുടെ ജാതകത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഇത് അദ്ദേഹത്തിന് കാണാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അല്ലാതെ പ്രകൃതിയിലുള്ള ചില കാര്യങ്ങൾ അങ്ങനെയാണ്, ഹിഡൻ ആണ്. അതുപോലെ ഇപ്പോൾ എനിക്ക് പരിചയമുള്ള ആള്, എൻ്റെ സുഹൃത്തുക്കളൊക്കെ ആവാം, ചില സമയത്തൊക്കെ ഇങ്ങനെ ജാതകം നോക്കുമല്ലോ, നമ്മൾ ഇരിക്കുമ്പോൾ അവരുടെ ജാതകത്തെ പറ്റി അനലൈസ് ചെയ്യും. അങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു വർഷം മുന്നേ പറയാത്ത കാര്യം, വളരെ ഹിഡനായിട്ടുള്ള കാര്യങ്ങളെ ചിലപ്പോൾ ആ സമയത്ത് പറയും. അപ്പോൾ അവരെങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഇത് കഴിഞ്ഞ വർഷം ചേച്ചി നോക്കിയപ്പോൾ എന്താ പറയാതിരുന്നത്. അപ്പം ഞാൻ പറയും, അന്നേരം അത് നിങ്ങൾക്ക് അറിയാനുള്ള യോഗം ഇല്ലായിരുന്നു, എനിക്കത് പറയാനും തോന്നിയില്ല, നിങ്ങൾ ആ ഒരു ഭാഗത്തെ പറ്റി എന്നോട് ചോദിച്ചതുമില്ല. ഇപ്പം നമുക്കൊരു കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ ജനറലി ഇപ്പം കവിത ഒരു കാര്യത്തെ പറ്റി ആയിരിക്കുമല്ലോ വന്ന് ചോദിക്കുക. അപ്പം നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് മാത്രമേ ഫോക്കസ് ചെയ്യാറുള്ളൂ. അപ്പം എനിക്ക് തന്നെ കഴിഞ്ഞിടയ്ക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായി. കാരണം ഒരു സ്ത്രീയുടെയും മകളുടെയും ജാതകം എൻ്റെ അടുത്ത് വന്നു. അവർ അവരുടെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, ഭയങ്കരമായിട്ട് അവരെ ദ്രോഹിക്കുകയാണ്. കുട്ടിക്ക് മാനസികമായിട്ടത് സഹിക്കാൻ പറ്റുന്നില്ല, അതാണ് പ്രധാനമായിട്ടും. കുഞ്ഞിന് ആ ബുദ്ധിമുട്ട്, അങ്ങനെ അമ്മയ്ക്ക് ബുദ്ധിമുട്ട്, ദേഹോപദ്രവവും എല്ലാ തരത്തിലുമുള്ള പീഡനങ്ങൾ നിങ്ങൾ സഹിച്ചു വയ്യാതായി. അപ്പോൾ അവർ ചോദിച്ചെന്ന് മാറി നിൽക്കുന്നതിന് പറ്റിയ സമയമാണോ, മാറി നിൽക്കുന്നതിന് പറ്റിയ സമയമാണോ എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് മാറി നിന്നാൽ ഇവരിൽ നിന്നെന്തെങ്കിലും, ഈ ഭർത്താവിൽ നിന്ന് എന്തെങ്കിലും ശാരീരികമായ ഉപദ്രവങ്ങൾ വരും. അവരെന്നോട് ചോദിച്ചു, നടന്നു പോകുമ്പോൾ വല്ല ആസിഡ് എറിയുകയോ അങ്ങനെയൊക്കെ ചെയ്യും. കാരണം അത്രമാത്രം അവർ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ള ഒരു ജീവിതമാണ്. അപ്പം ഞാൻ പറഞ്ഞില്ല, ഭർത്താവിൽ നിന്ന് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും വരാൻ പോകുന്നില്ല, നിങ്ങൾ മാറി നിൽക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവരങ്ങനെ മാറി നിന്ന് ഇവരെ ഭയങ്കരമായിട്ട് അദ്ദേഹം വീണ്ടും ആദ്യം ഭീഷണിപ്പെടുത്തി, പിന്നെ കൂടെ ചെല്ലാൻ വേണ്ടി പ്രേരിപ്പിച്ചു. അങ്ങനെ നിരന്തരം സംവാദങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം ഒരു ദിവസം പെട്ടെന്ന് ഇവരെ വിളിച്ചു, സുഖമില്ല പറഞ്ഞു. അവരാദ്യം വിചാരിച്ച് വെറുതെ പറഞ്ഞതായിരിക്കും, ഇവർ തിരിച്ചെല്ലാൻ വേണ്ടിയുള്ള ഒരു ഇതാണ്. പിന്നെ നോക്കിയപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. ഇവർ പോയി 1 ദിവസം 2 ദിവസമൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നുള്ളൂ, അതിനുശേഷം മരിച്ചു. ശരിക്കും എന്തോ ചെസ്റ്റിൽ എന്തോ ബുദ്ധിമുട്ട് വന്നിട്ടാണ് മരിച്ചുപോയത്. അപ്പോൾ അതിനുശേഷം അവർ എന്നോട് ചോദിച്ചു, അങ്ങനെ കണ്ടില്ലായിരുന്നു മരിക്കുന്നതിനെ പറ്റി. അപ്പം ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ സെപ്പറേറ്റ് ആകും എന്നുള്ളതേ ഞാൻ നോക്കിയുള്ളൂ. മറ്റേ ആളുടെ ജാതകവും അങ്ങനെ നമ്മൾ കൂടുതൽ അനലൈസ് ചെയ്തില്ല, അദ്ദേഹത്തിൻ്റെ ജാതകം തന്നില്ല എന്ന് തോന്നുന്നു അന്നേരം. അപ്പോൾ അവസാനം പിന്നെ ഞാൻ ഈ ഭർത്താവ് മരിച്ച
ആ ആളിൻ്റെ ലേഡിയുടെ ജാതകം നോക്കുമ്പോൾ അവർക്ക് ഭർത്തൃവിരഹം കാണുന്നുണ്ട്. പക്ഷെ അത് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് ഭർത്താവ് മരിക്കുക തന്നെയാണ് ചെയ്ത്. ആ മരണം ഇവരുടെ ജാതകത്തിൽ, മരണം എന്ന് പറയുന്നതും വിരഹം എന്ന് പറയുന്നതും ഏകദേശം അവരെ സംബന്ധിക്കുന്നിടത്തോളം നഷ്ടമാണല്ലോ. അതെ അതെ, ഒരുമിച്ച് അല്ലാതാവുക എന്നുള്ളത് കുറച്ച് കൂടുതലായിട്ട് നോക്കിയപ്പോഴാണ് ഒരു പ്രത്യേക കോമ്പിനേഷൻ ഉണ്ട് ജാതകത്തിൽ. അത് 7ാം ഭാവമായിട്ടൊന്നും ബന്ധപ്പെട്ടതേ അല്ല. അങ്ങനെ ഉള്ള ഭർത്തൃമരണം നടക്കുന്ന കുറേയേറെ ജാതകങ്ങൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു. എനിക്ക് പരിചയമുള്ളതും ഞാൻ ജാതകങ്ങളൊക്കെ സാധാരണഗതിയിൽ പ്രത്യേകതയുള്ളതൊക്കെ സൂക്ഷിച്ചു വെക്കാറുണ്ട്. അപ്പോൾ അതിലൊക്കെ എടുത്തപ്പോൾ പെട്ടെന്നാണ് ആ മരണങ്ങളെല്ലാം സംഭവിച്ചിരിക്കുന്നത് ഭർത്താക്കന്മാരുടെ. അങ്ങനെ ഒരു 6-7 പേരുടെ ജാതകം എനിക്ക് കിട്ടി. ആ ഒരു പ്രത്യേക കോമ്പിനേഷനിൽ വരുമ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിരഹമായാലും നഷ്ടമായാലും ചില പാപഗ്രഹങ്ങളുടെ ബന്ധമുള്ള ചില കോമ്പിനേഷനിൽ ഇങ്ങനെ മരിക്കുക തന്നെ ചെയ്യാറുണ്ട്. സഡൻ ഡെത്ത് ആയിരുന്നു ഈ പറഞ്ഞ മുന്നേ ഉള്ള എല്ലാവരുടേതും. അതേപോലെയാണ് ഇതേപോലെ ഞാൻ ചോദിച്ചത്, എനിക്ക് ഈ ഒരു ഇപ്പൊ വിരഹം ആണല്ലോ, അപ്പൊ ആ വിരഹം മാറി നിൽക്കുന്നത് കൊണ്ട് ചിലപ്പോൾ നമ്മളിങ്ങനെ കേട്ടിട്ടില്ലേ, ദൂരെ മാറി നിന്ന് കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ ഈ യോഗം മാറും, അല്ലെങ്കിൽ അതങ്ങ് മാറിപ്പോവും. അതാണ് ഞാൻ പറയാൻ വന്നത്. അപ്പൊ ഇതേപോലെ എനിക്ക് വേണ്ടപ്പെട്ട ഒരു പയ്യന്റെ ജാതകത്തില്, പെൺകുട്ടിയുടെ ജാതകത്തിൽ 7ലും 8ലും പാവഗ്രഹങ്ങൾ, സാധാരണ രീതി നമ്മൾ അതാണ് വിചാരിക്കുന്നത്, 7ലും 8ലൊക്കെ പാവഗ്രഹങ്ങൾ വന്ന ഭർത്തൃമരണം നടക്കും എന്നൊക്കെയാണ്. അപ്പൊ ഈ പയ്യന് പെട്ടെന്ന് ബോധം കെട്ടു വീണു. ഹോസ്പിറ്റലിൽ പോയപ്പോൾ വലിയ അസുഖങ്ങളൊന്നും കണ്ടില്ല. അപ്പൊ എൻ്റെ മകന്റെ ഫ്രണ്ടായിരുന്നു. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു ജാതകം നോക്കാൻ പറഞ്ഞു. അപ്പൊ നോക്കിയപ്പോൾ വൈഫിന്റെ ജാതകത്തിൽ ഭർത്തൃവിരഹം കാണിക്കുന്നുണ്ട്. അതും 7ലും 8ലും എല്ലാ ഭാവഗ്രഹങ്ങളാണ്. പിന്നെ അതിൻ്റെ ദശാകാലം കൂടിയാണ് നടക്കുന്നത്. അപ്പോൾ അത് അങ്ങനെയുള്ള അനുഭവങ്ങൾ വരാൻ വളരെ സാധ്യതയാണ്. അപ്പം നമ്മൾ ആളിനെ വിളിച്ച് നമ്മുടെ വീട്ടിൽ താമസിപ്പിച്ച് ഒരു 1.5 വർഷത്തോളം മാറി നിന്നു. അസുഖങ്ങളൊന്നും വന്നതേ ഇല്ല, പുള്ളി ആരോഗ്യമായിട്ടിരുന്നു. അതിനുശേഷം അവർ അസ്വസ്ഥമായിട്ട് ജീവിക്കുന്നു. വീണ്ടും ഒരു കുട്ടിയൊക്കെ ഉണ്ടായി സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുപോലെയാണ് എനിക്ക് പരിചയമുള്ള ഒരു ലേഡി, അവരുടെ ജാതകത്തിൽ, അത് ഞാൻ ക്ലാസ്സിൽ അനലൈസ് ചെയ്യുന്ന ക്ലാസ്സിലൊക്കെ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ള മരണയുഗം വളരെ വിദൂരമായിട്ടേ ഉള്ളൂ. പക്ഷേ ഇല്ലെന്ന് തന്നെ പറയും. പക്ഷെ അവരുടെ മകന്റെ ജാതകത്തിൽ മാതൃവിരഹം വളരെ ശക്തമായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കോമ്പിനേഷൻസ് ഒക്കെ എപ്പോഴും സംഭവിക്കാറുണ്ട്. പക്ഷേ ഈ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്ന ആൾക്കാർ ഞാൻ കണ്ടിട്ടുള്ളത് കൂടുതലും ഇതുപോലത്തെ കുറേ ശ്രദ്ധ വന്നിട്ടുണ്ട്. അവരെന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ചെയ്യുന്നവരും മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ സർവീസ് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ്. കാരണം ഈ ഒരു ലൈഫിൽ അവർ ഇതുവരെ ജീവിച്ചു വന്നത് വെച്ച് നോക്കുമ്പോൾ അവരുടെ നല്ല പ്രവൃത്തികളും ഈ ഒരു രക്ഷപ്പെടലിൻ്റെ പിന്നിലുണ്ട്. അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ശരിക്കും അപ്പോൾ ആദ്യത്തെ ഒരു കേസ് പറഞ്ഞല്ലോ, അപ്പം അതിൽ അദ്ദേഹം ഒരുപാട് ഡൊമസ്റ്റിക് വയലൻസും ഒരുപാട് ദ്രോഹം ചെയ്തതുകൊണ്ട്, അപ്പം അവിടെ നമ്മളുടെ പ്രവൃത്തികളിലെ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ രക്ഷപ്പെടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്നാണോ പറയുന്നത്? ഉണ്ടാകാമായിരുന്നു. കാരണം അവർ സെപ്പറേറ്റ് ആയിട്ട് ജീവിച്ചതല്ലേ, മാറി നിന്നല്ലോ ആ ഒരു പീരീഡിൽ. അപ്പോൾ കുറച്ചുകൂടെ നല്ല മനസ്സ്, അത് പ്രധാനമായിട്ടും മനസ്സിന്റെ ഒരു നന്മ, നമ്മളുടെ ഒരു എന്താ പറയുക, പ്രവൃത്തിയുടെ നന്മയെ അതിനേക്കാൾ ഉപരി മനസ്സിന്റെ ഒരു എന്തൊക്കെയായിരിക്കും അതിൽ ഈ നല്ല പ്രവൃത്തി? നമുക്കറിയാം നല്ല കാര്യങ്ങൾ. ഇപ്പം നമ്മൾ ആരെയും ദ്രോഹിക്കാതിരുന്നാൽ മതിയോ? ഇപ്പം തീർച്ചയായിട്ടും നമ്മൾ ആരെയും ദ്രോഹിക്കാതിരിക്കാൻ, നമ്മളെ ദ്രോഹിക്കാതിരിക്കുകയും കൂടെ ചെയ്യണം. നമ്മൾ ദ്രോഹിക്കുക എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ചിന്തകൾ, വളരെ മോശമായ ചിന്തകൾ, വളരെ കാലുഷ്യമുള്ള മനസ്സ്, എല്ലാവരോടും ഒരു സമാധാനമില്ലാതെ പെരുമാറുന്ന ആ ആളിൻ്റെ മനസ്സിലാണ് ഏറ്റവും കൂടുതൽ കാലുഷിതമായിരിക്കുന്ന മനസ്സാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക ദോഷമുള്ളത്. കാരണം ഒരാളോട് വളരെ മോശമായി നമ്മൾ പെരുമാറുന്നു നിരന്തരം, അപ്പം നമ്മുടെ മനസ്സെങ്ങനെയിരിക്കും? ആ പെരുമാറ്റം കിട്ടുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, പക്ഷെ പെരുമാറുന്ന ആളും അതുപോലെ ബുദ്ധിമുട്ടുമല്ലേ? ദേഷ്യം, അവർ മറ്റുള്ളവരിൽ ഈ കാണുന്ന കുറ്റങ്ങളൊക്കെ സ്വയം ആരോപിക്കുകയും, അങ്ങനെ ആരോപിക്കുമ്പോൾ ആദ്യം അവരുടെ മനസ്സിലല്ലേ ചിന്ത വരുന്നത്. അത് മനസ്സിലാക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണെങ്കിൽ പോലും നമ്മൾ ഒരാളെ പറ്റി അസൂയ ഉണ്ടെങ്കിൽ ഈ അസൂയ എന്ന് പറയുന്ന വികാരം നമ്മുടെ മനസ്സിൽ ആ ചിന്തകൾ ഉടലെടുക്കുകയും അതനുസരിച്ചുള്ള രാസമാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുകയും
അത് നമ്മളുടെ ലോങ് റണ്ണിൽ നമുക്കത് ആരോഗ്യ പ്രശ്നങ്ങളായിട്ടും നമ്മളുടെ സ്വഭാവ വൈകല്യമായിട്ട് മാറുക ചെയ്യുന്നത്. നമുക്ക് ഒരാളെ ചാണകറിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അഴുക്കെടുത്ത് എറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലല്ലേ കയ്യിലാണ് അത് ആദ്യം പറ്റുക. അവർക്കത് നമ്മൾ അസൂയപ്പെടുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യുന്ന ആൾക്ക് കുറേ സമയം മാത്രമേ ഉള്ളൂ. നമ്മളത് കൂടുതൽ സമയം നിലനിൽക്കുകയാണ്, നമ്മുടെ മനസ്സിലാണ്. ഈ ഒരു ബയോളജിക്കൽ കെമിക്കൽ ഇതിൽ നോക്കിയാലും ഇപ്പം നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ വരുന്ന കെമിക്കൽ ചേഞ്ച് വരുന്നു. ഇപ്പം നമ്മളൊരു കാഴ്ച കാണുമ്പോൾ നമ്മുടെ മനസ്സ് ആ ഇന്ദ്രിയങ്ങൾ ആ കാഴ്ച നമ്മൾക്ക് കാണിച്ചു തരുന്നു. അത് ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് തന്നെ നമ്മുടെ ബ്രെയിൻ അതനുസരിച്ച് നല്ലതെന്നോ മോശമെന്നോ ദേഷ്യമെന്നോ വൈരാഗ്യം എന്നൊക്കെ തീരുമാനിക്കുകയാണ്. അതനുസരിച്ചുള്ള ചിന്തകൾ വരികയാണ്. അത് നമ്മുടെ എന്താ സൂക്ഷ്മ ശരീരത്തിൽ അല്ലെങ്കിൽ എന്താ സ്വപ്ന മനസ്സെന്നൊക്കെ പറയുന്നത് സൂക്ഷ്മ ശരീരത്തിൽ അതിൻ്റെതായിട്ടുള്ള ഒരു ഇംപ്രഷൻ ആയി കഴിഞ്ഞു. അതൊരു കർമ്മത്തില് നമ്മളൊരു ബൗണ്ട് ബൈ കർമ്മ ആവുകയാണ്. അതിപ്പം അത് നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ നമുക്ക് നേരത്തെയുള്ള എക്സ്പീരിയൻസുകൾ അനുസരിച്ചാണ് നമ്മൾ അതിനെ ഇത് ശരിയല്ല റിസീവ് ചെയ്യുന്നത്. അവര് നമ്മൾക്ക് ദ്രോഹിക്കാനായിട്ട് വന്ന ആളുകളാണ്. നമ്മൾ ഒരിക്കലും ഇത് പറഞ്ഞിട്ടുണ്ടല്ലേ, നമുക്ക് പാസ്റ്റ് ലൈഫ് ഇംപ്രഷൻസ് വെച്ചിട്ട് ചിലപ്പോൾ നമുക്ക് ഒരാൾ അടുത്ത് വരുമ്പോൾ തന്നെ നമുക്കൊരു തീർച്ചയായിട്ടും നമ്മുടെ എനർജി തമ്മിൽ ഒരു കോഡിങ്ങോ ഡീകോഡിങ്ങോ ഒക്കെ ഡീകോഡിങ് സംഭവിക്കുമ്പോൾ കർമ്മ ഇല്ല, പക്ഷെ കോഡിങ്ങില്ല. ഇപ്പം എനിക്കിപ്പോൾ കവിതയോട് വിരോധം എൻ്റെ മനസ്സിൽ പണ്ടേ ഉണ്ടെങ്കിൽ എനിക്ക് കവിത കാണുമ്പോൾ തന്നെ എൻ്റെ ഇന്നർ മൈൻഡ് ആ ദേഷ്യം പുറപ്പെടുവിച്ചു കഴിഞ്ഞു. അപ്പം കവിതയ്ക്ക് ഫീൽ ചെയ്യുന്ന അതാണ്, ഇവർ ശരിയല്ല, ഇവർ എന്നെ എന്തോ ഉപദ്രവിക്കുമായിരിക്കും എന്ന് കരുതി കവിത ഒന്നില്ല എൻ്റെ അടുത്തൊന്നും മാറിപ്പോകും, അല്ലെങ്കിൽ അതനുസരിച്ചുള്ള ഒരു ഷീൽഡ് എടുത്തിടും. ചില മൃഗങ്ങളോടൊക്കെ ഉള്ള ഭയവും ഒക്കെ തീർച്ചയായിട്ടും ചിലർക്ക് പട്ടിയെ കാണുമ്പോൾ സ്വാഭാവികമായ ഒരു പേടി വരും, അത് അതിനെ സെൻസ് ചെയ്യും, അപ്പൊ അത് ശരിക്കും ദേഷ്യപ്പെടും. അതെ, മൃഗങ്ങൾക്ക് അങ്ങനെ ഉണ്ടെന്നാണ് പറയുന്നത്. അത് നമുക്കറിയാമല്ലോ, നമ്മളിപ്പോ നായ്ക്കളെ വളർത്തുന്ന ആളുകളാണ്. പൊതുവേ നായ്ക്കൾ നമ്മളെ കാണുമ്പോൾ ഒന്ന് കുറച്ചുകൂടെ ഒരു സ്നേഹത്തോടെ അത് പെരുമാറും. അത് നമ്മൾക്കും അതിനോട് പേടിയില്ലാത്തത് കൊണ്ടോ ഒരു ഇഷ്ടമുള്ളത് കൊണ്ടോ എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. നമ്മളുടെ കർമ്മം എന്ന് പറയുന്നത് എന്താണ് ശരിക്കും നമ്മുടെ മനസ്സിലുള്ള ഇംപ്രഷൻസ് ആണ്, പണ്ടേ പതിഞ്ഞിട്ടുള്ള ആ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അത് എബവ് 90% നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നോൺ വെർബലാണ്. അപ്പം ആ എനർജി തലത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ആണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അതാണ് അസ്ട്രോളജി സൂചിപ്പിച്ച് തരുന്നത്. നമുക്ക് ഇന്ന തരത്തിലുള്ള ചിന്തകൾ വരും, ഇങ്ങനെയുള്ള ആളുകൾ നമ്മളുടെ കർമ്മം അനുസരിച്ചുള്ള ആളുകളും സാഹചര്യങ്ങളും നമ്മുടെ മുന്നിൽ വരും. പക്ഷെ നമ്മൾ അതിനോട് എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളിടത്താണ് കർമ്മം വീണ്ടും പിന്നെ പ്രാവർത്തികമായി നമ്മുടെ ജീവിതത്തിലേക്ക് വരികയും തുടർക്കർമ്മമായിട്ട് മാറുകയും ചെയ്യും. ഇപ്പം നമ്മളെ ഒരു ഉപദ്രവം നമുക്കുണ്ടായി, അവർ തിരിച്ച് നമുക്ക് നമ്മളോട് ആ രീതിയിൽ പെരുമാറി, വീണ്ടും നമ്മൾ അങ്ങനെ പെരുമാറി, അതങ്ങനെ തുടർ കർമ്മമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സൈക്കിളിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ല. അതേസമയം നമ്മൾ അവിടെ വെച്ച് സമചിത്തത പാലിക്കുകയാണെങ്കിൽ, നമ്മുടെ മനസ്സിനെ നമ്മളൊന്ന് നിരീക്ഷിക്കുകയാണെങ്കിൽ അവയർനെസ്സോടുകൂടി ഡീൽ ചെയ്യുക. അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് വന്നു. ആ മനസ്സിലാണല്ലോ ഇതെല്ലാം സംഭവിക്കുന്നത്. നമ്മുടെ മനസ്സാണല്ലോ നമുക്ക് ശരീരവും ജന്മങ്ങളും എല്ലാം തരുന്നത്. അപ്പോൾ ആ മനസ്സിനെ നിരീക്ഷിക്കുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്, ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ്. നമുക്ക് ആ തോട്ടുണ്ടായി, നമുക്ക് ദേഷ്യം വന്ന ഒരാളെ കണ്ടപ്പോൾ അപ്പം നമ്മളത് എന്തുകൊണ്ടാണെന്നുള്ളതിനെ പറ്റി നമ്മൾ അവെയറാകണം. അതാണ് അതിൻ്റെ റൂട്ട് കോസ്. എന്തുകൊണ്ട് നമുക്ക് ദേഷ്യം വന്നു എന്ന് വരെ മനസ്സിലാവും, എളുപ്പമാണ്. നമുക്ക് ദേഷ്യം വന്നു, അല്ലെങ്കിൽ അസൂയ വന്നു, നമുക്ക് സ്നേഹം വന്നു, നല്ല വികാരങ്ങളൊക്കെ നല്ലത് തന്നെ. പക്ഷെ ആ അസൂയ എന്തുകൊണ്ട് അസൂയ വന്നു എന്നുള്ളതിനെ പറ്റി നമ്മൾ നിരന്തരമായിട്ട് അവെയർ ആകുമ്പോൾ അതിൻ്റെ റൂട്ട് കോസ്. അവിടെ എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ലൈക്ക് ചിലപ്പം ഒരു ലോജിക് ഇല്ലാതെ നമുക്ക് ഈ ഫീലിങ്സ് വരൂലേ, ഈ പറഞ്ഞ ഹിഡൻ ആയിട്ടുള്ള, ഞാൻ ഇയാൾ കണ്ടിട്ട് എനിക്ക് എന്തിനാ ദേഷ്യം വന്നത്? തീർച്ചയായിട്ടും ദേഷ്യമല്ല, ദേഷ്യം തന്നെ പറയാം. അങ്ങനെ ചിലപ്പോൾ വരുമല്ലോ, ചില മനുഷ്യർ നമുക്ക് ഇഷ്ടമില്ലാതെ തോന്നും, ഒരു ബന്ധമില്ല, വഴിയെ പോയാലും ഇറിറ്റേഷൻ തോന്നും. അത് നമുക്ക് കോസ് കണ്ടുപിടിക്കാൻ അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ വന്നു. വേഗമായിട്ട് മേ ബി ഒരു പാസ്റ്റ് ലൈഫ് ആവാം അങ്ങനെ വിചാരിക്കാനല്ലേ? അങ്ങനെ വിചാരിച്ച് കളയരുത്. ആ ചിന്തയുടെ പിന്നാലെ നമ്മൾ പോകുമ്പോൾ നമുക്ക് അതിന്റെ റൂട്ട് കോസ് മനസ്സിലാകും. ഈവൻ ഇഫ് നമ്മളുടെ ലോജിക്കൽ ഇല്ലെങ്കിലും ഓർമ്മയുടെ തലത്തിലില്ല, ബോധ തലത്തിലില്ല, അത് അബോധ തലത്തിലുണ്ട്. അതിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അവിടെ പോയിട്ട് അതിനെ അങ്ങ് നമ്മള് മൂടോടെ അങ്ങ് വിഴുത് കളഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വികാരം തന്നെ നമ്മളിൽ നിന്ന് ചിലപ്പോൾ പോയെന്നിരിക്കും. അവിടെ അങ്ങനെ പോവാതെ നമുക്ക് അതിനെ കളയാൻ പറ്റുമോ? ഇങ്ങനെ ലൈക്ക് നമ്മള് ഇതിന്റെ ഒരു കാരണം അറിയാതെ തന്നെ നമുക്ക് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ? കാരണം അറിയാതെ ഡ്രോപ്പ് ചെയ്യാം, നമ്മുടെ ബുദ്ധി കൊണ്ട്.
ആ എനിക്ക് ഇങ്ങനത്തെ വൈരാഗ്യം ആരോടും വയ്ക്കാൻ പാടില്ല. ഡ്രോപ്പ് ചെയ്യുമ്പോഴേ ബുദ്ധി തലത്തിൽ അവയർനെസ്സോട് കൂടി ഒരു നോളജ് അപ്ലൈ ചെയ്തിട്ട് നമ്മളത് വിടുന്നു അതാണ് കറക്റ്റ് വാക്ക്. വിടുന്നു, പോയതല്ല. നമ്മൾ ബുദ്ധി കൊണ്ട് ഒരു ലോജിക് അപ്ലൈ ചെയ്യണം, ഇങ്ങനെയൊന്നും പാടില്ല, അതുകൊണ്ട് ഇനി അത് ഞാൻ വിട്ടിരിക്കുന്നു. പക്ഷെ ഇത് പാടില്ല എന്നുള്ളതല്ല. അഗൈൻ ഞാൻ അവിടെ ഒന്ന് ഇന്റർഫിയർ ചെയ്ത, അങ്ങനെയുള്ള പാടില്ല ശരിയാണെന്നല്ല, ഇതിലൊന്നും അർത്ഥമില്ല എന്നുള്ള ബോധത്തോടു കൂടി അതിനല്ലെങ്കിൽ അതിനൊരു ഇതില്ല, അതിനൊരു കോൺസിക്വൻസ് ഈ ബോധത്തോടു കൂടി തന്നെ നമ്മൾ വിടുവാണെങ്കിൽ അത് പോവില്ല. അതോ ബോധത്തോട് തന്നെ വിടുമ്പോൾ വീണ്ടും ഇതേ തരം ചിന്തയുള്ളവരും നമ്മൾ ബോധത്തോട് വിട്ടുകൊണ്ടിരിക്കും. അത് നിരന്തരമായി കഴിഞ്ഞ് ഒരുപാട് കാലങ്ങൾ കൊണ്ട് നമ്മൾക്ക് അത് ബോധത്തിലേക്ക് വരും. അവബോധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് ഇങ്ങനത്തെ ഉള്ള ചിന്തകളിലേക്ക് നമ്മൾ പെട്ടുപോകില്ലേ. ആദ്യം നമ്മൾക്കിത് ഇപ്പം നമുക്ക് തന്നെ നമുക്കറിയാം, നമുക്കിപ്പം ദേഷ്യം വരികയാണെങ്കിൽ ആദ്യം നമുക്ക് കുറേയേറെ ചിലപ്പോൾ ദിവസങ്ങൾ ദേഷ്യം വരാം, പിന്നീട് അത് നമ്മൾ അവെയറാകുന്നതനുസരിച്ച് ദിവസങ്ങളുടെ ദൈർഘ്യം കുറഞ്ഞ് മണിക്കൂറുകളാകാം, പിന്നെ മണിക്കൂറുകളുടെ കുറഞ്ഞിട്ടത് സെക്കൻഡുകളും മിനിറ്റുകളും ആകാം. അങ്ങനെ ആയി കഴിഞ്ഞ് പിന്നെ നമുക്ക് ദേഷ്യം വരാതിരിക്കും. ഇതിൽ നേരത്തെ പറഞ്ഞതുമായിട്ട് കണക്റ്റഡ് ആണ് ഈ വിറ്റ്നസ് എന്ന് പറഞ്ഞൊരു, നമ്മൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ പറയാറുണ്ട് സാക്ഷിഭാവത്തിലിരുന്ന്. അപ്പം നമുക്ക് കാര്യം അറിഞ്ഞുകൂടാ, കണ്ടുപിടിച്ചിട്ടില്ല, അകത്ത് പോയി പിഴുത് കളഞ്ഞിട്ടില്ല, പക്ഷെ നമ്മൾ സാക്ഷിഭാവത്തിലിരുന്നതിനെ സാക്ഷിഭാവത്തിൽ ഇരിക്കാൻ പറ്റുന്ന മനസ്സുള്ളവരെ ഇതൊന്നും ബാധിക്കത്തില്ല, പുറമേക്കുള്ള കാര്യങ്ങളും ബാധിക്കത്തില്ല. സാക്ഷിഭാവത്തിൽ എത്തിയാൽ എത്താനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ബുദ്ധിയും ബോധവും ആയിട്ടൊക്കെ നമ്മൾ അങ്ങനെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സാധന ചെയ്യുന്ന മനുഷ്യർക്ക് തീർച്ചയായിട്ടും സംഭവിക്കും. അത് ഏതൊരു സാധാരണക്കാരനും. അതിന് പിന്നെ അതീന്ദ്രിയ ജ്ഞാനമൊന്നും വേണ്ട. സാധന ചെയ്ത് ദിവസവും ആ ഒരു രീതിയിൽ പോകുന്ന ആൾക്ക് തീർച്ചയായിട്ടും പറ്റും. പക്ഷെ അതൊരു നൈരന്തര്യമായിട്ടുള്ള ഒരു ശീലമായി വരണമെന്ന് മാത്രം. ഓക്കെ. അപ്പം നമ്മൾ കുറേ വേറെ സൈഡിലേക്ക് പോയി ഡിസ്കസ് ചെയ്ത്, പക്ഷേ ഐ എം ഷുവർ ഇപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇത് ഒരുപാട് ബെനിഫിഷ്യൽ ആയിരിക്കും. അപ്പം ഞാൻ തിരിച്ച് നമ്മൾ പറഞ്ഞ് ഈ ഇവൻറ്റിലേക്ക് വരാം. ഈവൻ ജ്യോതിഷവശാൽ നമുക്ക് നമ്മുടെ ജാതകത്തിൽ ഒരു എന്താ മരണയോഗമല്ല, എന്ത് യോഗം തന്നെ ആയിക്കോട്ടെ, യോഗമില്ല, പക്ഷെ നമ്മളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഒരാളുടെ ജാതകത്തിൽ ആ യോഗമുണ്ട്. അപ്പം നമ്മൾ ജാതകം ഞാൻ എൻ്റെ ജാതകം മാത്രം കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ളൊരു പിക്ചർ കിട്ടൂല. നമ്മളുടെ ജീവിതത്തിൽ ഇപ്പം നമ്മുടെ ഒരു എന്താ പറയുക, വളരെ പോസിറ്റീവാണെങ്കിൽ പിന്നെ അതിനകത്ത് പ്രശ്നമില്ല. നെഗറ്റീവായിട്ടുള്ള ദശാകാലങ്ങൾ നടക്കുമ്പോൾ, പ്രത്യേകിച്ച് പാപദശകളുടെ, പ്രത്യേകിച്ച് രാഹുകേതുക്കളുടെ അങ്ങനെയൊക്കെയുള്ള ദശാകാലങ്ങൾ നടക്കുമ്പോൾ നമ്മളൊന്ന് കൂടെയുള്ള ആളുകളുടെ നോക്കുന്നത് നന്നായി. കാരണം നമുക്ക് ദുഃഖം വരണം. നമുക്ക് ദുഃഖം വരണമെങ്കിൽ അത് നമ്മൾക്ക് സംഭവിക്കുന്നത് കൊണ്ട് മാത്രമല്ല മറ്റുള്ളവർക്കും സംഭവിക്കാം. ചിലപ്പോൾ ഞാൻ ചില ജാതകങ്ങൾ പറയാറുണ്ട്, ഹസ്ബൻഡിൻ്റെ ഒന്ന് നോക്കിക്കോളൂ. അപ്പോൾ അവരുടെ ജാതകത്തിൽ എന്തെങ്കിലും മോശമുള്ള പീരീഡ് ആണെങ്കിൽ അതിനെന്തെങ്കിലും ദാനധർമാദികളോ പൂജകളോ പ്രാർത്ഥനകളൊക്കെ ചെയ്താൽ അവയറാകുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യാസം വരും. അപ്പം അങ്ങനെയുള്ള പീരീഡിൽ ഈ ദുഃഖം വരാനുള്ള സാധ്യതയുള്ള സമയത്താണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരും. ആദ്യം പറഞ്ഞിട്ട് തന്നെ അവർ സെപ്പറേറ്റഡ് ആവണം എന്നുള്ളത് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. മരിക്കണം എന്നുള്ളത് നമുക്ക് മാറ്റാവുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ നല്ല സത്പ്രവർത്തികൾ, ദാനം, ദയോടുകൂടി മറ്റുള്ളവരോടുള്ള പെരുമാറ്റം, ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വ്യത്യാസം വരും. പക്ഷെ ഒരാളുടെ കാലമൃത്യു എന്ന് പറയുന്നതിനെ ആരാലും മാറ്റാൻ പറ്റില്ല. കാലമൃത്യുവിനെ കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 108 തവണ മരിക്കാനുള്ള സാധ്യത ഉണ്ടാകും ജാതകത്തിൽ. അതേപോലെ മരിക്കുന്നതിന് തുല്യമായ അവസ്ഥയിൽ കൂടെ കടന്നു പോയിട്ട് ആ മരണത്തെ നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റും. പക്ഷെ കാലമൃത്യു ആണെങ്കിൽ അത് ലോകത്ത് ആരെ കൊണ്ടും മാറ്റി വയ്ക്കാൻ പറ്റും. അത് ജാതകത്തിൽ തിരിച്ചറിയാൻ പറ്റുമോ? തീർച്ചയായും കാലമൃത്യു തിരിച്ചറിയാൻ പറ്റും. ഓക്കെ. അപ്പോൾ പുതിയ കുറേ അറിവുകൾ നമുക്ക് ഈ എപ്പിസോഡിൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി, അനുഭവങ്ങൾ പങ്കുവെച്ചു. അതോടൊപ്പം തന്നെ നമുക്ക് ദൈനംദിനം ജീവിതത്തിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യണം, നിർബന്ധമായും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇതുപോലെ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള കൂടുതൽ ടിപ്സുമായിട്ട് അടുത്ത എപ്പിസോഡിൽ ഇനിയും കാണാം. നന്ദി, നമസ്കാരം.